കോഴിക്കോട് വടകരയിൽ RJD പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപിടിയിൽ CPM പ്രവർത്തകനായ ലാലു എന്ന ശ്യാംലാലാണ് പിടിയിലായത്. തൊട്ടിൽപ്പാലത്ത് വെച്ച് വടകര പോലീസ് പിടികൂടുകയായിരുന്നു. RJD വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി MTK സുരേഷിനെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. RJD യുവജന സംഘടനയുടെ പഠന ക്യാമ്പിന്റെ വേദി തീയിട്ടതിന് ശ്യാംലാലിനെതിരെ സുരേഷ് പരാതി നൽകിയിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് ആക്രമണത്തിന് കാരണം എന്നാണ് നിഗമനം. അനഘ ഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനഘ, പറയൂ. രോഹിണി, RJD വില്യാപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള മനക്കൽ താഴെക്കുനി സുരേഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് CPM പ്രവർത്തകനായിട്ടുള്ള ലാലു എന്നറിയപ്പെടുന്ന ശ്യാംലാലിനെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ വടകര വില്യാപ്പള്ളി ടൗണിൽ വെച്ച് വൈകുന്നേരം 6:30യോടെയാണ് ഈ ശ്യാംലാല് സുരേഷിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. ഈ കയ്യിൽ വടിവാളുമായി എത്തിയ ശ്യാംലാല് നാട്ടുകാർ നോക്കി നിൽക്കെയാണ് ഈ സുരേഷിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. കൈക്കാണ് സുരേഷിനെ വെട്ടുകൊണ്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് സുരേഷിനെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് കടന്നു കളഞ്ഞ സുരേഷിനെയാണ് ഇന്ന് വടകരയിൽ വെച്ച് തന്നെ പോലീസ് പിടിയിലായിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് എന്ന് പറയുന്നത് ഈ RJD ഒരു പഠന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പിലെത്തിയ ഈ CPM പ്രവർത്തകനായിട്ടുള്ള ശ്യാംലാല് ഈ ക്യാമ്പിലുണ്ടായിരുന്ന കസേരയും മേശയും ഒക്കെ തല്ലി തകർക്കുകയും അത് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശ്യാംലാലിനെതിരെ ഈ RJD നേതാവായിട്ടുള്ള KT സുരേഷ് പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതിയിൽ ശ്യാംലാലിനെതിരെ കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ പരാതി കൊടുത്തതിന്റെ പ്രതികാര നടപടിയായിട്ടാണ് ഈ വധിക്കാൻ ശ്രമിച്ചത് എന്നാണ് ഈ RJD നേതാവായിട്ടുള്ള പരിക്കേറ്റിട്ടുള്ള സുരേഷ് പറയുന്നത്. എന്തായാലും ഈ കേസിലെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായിട്ടുള്ള വില്യാപ്പള്ളി സ്വദേശിയും CPM പ്രവർത്തകനുമായ ലാലു എന്ന ശ്യാംലാലിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇന്നലെ സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.